ഇതെന്താ ടീച്ചർ ഇത്? ഗിഫ്റ്റ് ആർക്ക് കൊടുക്കാം? എനിക്ക് കിട്ടിയതാ. ആണാ? ഇപ്പൊ ടീച്ചറിന്റെ വലിയ മനസ്സാണ്ടാ. ടീച്ചർക്ക് കിട്ടിയത് നമുക്ക് എല്ലാവർക്കും കൂടി തരാൻ വേണ്ടി കെട്ടിച്ചോന്നുണ്ടെന്നത്. അങ്ങനെയല്ല പക്ഷെ എന്ത് പറയാനാ, ഇതൊക്കെ കുട്ടികൾ കൊണ്ടുവന്ന എന്റെ പിറന്നാളാന്ന് പറഞ്ഞിട്ടേ കുട്ടികളോട് എങ്ങനെയാ വേണ്ടാന്ന് പറയാ. ശരിയാ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എന്തിനാ മക്കളെ ഇതൊക്കെ? എന്റെ മോളിതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്തായാലും താങ്ക് യു മിസ്. മമ്മി പറഞ്ഞായിരുന്നു ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോട്ടോ എടുത്ത് അയക്കണം. ഓ കുട്ടിയുടെ മമ്മി US-ലാണ്. ഇതല്ലേ മോളുടെ ഗിഫ്റ്റ്? ഇത് പിടിച്ചോ മിസ്സായി കേട്ടോ. അവർക്ക് ഒരു സന്തോഷം, നാട്ടിലില്ലല്ലോ. പിന്നെ സന്തോഷല്ലേ. മമ്മിക്ക് എന്റെ നമ്പറും കൊടുത്തരാന്ന് വാട്സാപ്പിൽ നോക്ക്. ഫോട്ടോ കണ്ട വീഡിയോ തന്നെ ആക്കിയേക്കാം. ഹായ് ഹിലമോളുടെ മമ്മി, ദാ ഗിഫ്റ്റ് കിട്ടിട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ അല്ലേ? എന്താ ടീച്ചറിന്റെ ഇപ്പൊ ഒരു യോഗം? ഞങ്ങള് മാഷുമാരാണെന്ന് പറഞ്ഞ് ഇവിടെ വരണുണ്ട് കുളിച്ചോരി. എന്റെ യോഗം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ ബർത്ത്ഡേ വെക്കേഷൻ സമയത്താ ഗിഫ്റ്റ് പോയിട്ട് ഒരു വിഷു പോലും ആരും ചെയ്യും. പിള്ളേര് വേറെ വല്ലതും പൊതിഞ്ഞു തരും ടീച്ചറിന്റെ ഭവനത്തിൽ. ഒന്ന് പോ മാഷ്. നോക്കാം പൊതിഞ്ഞ്. അല്ല വീട്ടിൽ പോയി നോക്കാം. എക്സ്ക്യൂസ് മീ, ആ മണ്ടോദരി ടീച്ചർ? ഞാനാ. അതെയാ? ഞാൻ 8ാം ക്ലാസ്സിലെ ബിബീഷിന്റെ മുത്തശ്ശനാണ്. അവന്റെ അമ്മയും അച്ഛനും ഓസ്ട്രേലിയയിലാണ് ഉള്ളത്. ആ ഗിഫ്റ്റ് തരാൻ എന്നെ ഏൽപ്പിച്ചത്. ഇതൊന്നും വേണ്ട. ഹാപ്പി ബർത്ത്ഡേ ടീച്ചറെ. താങ്ക് യു. ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറെ എനിക്ക്. ഇത് മോന്റെ കയ്യിൽ കൊടുത്തു വിട്ടാ മതിയായിരുന്നു. പറഞ്ഞു കേട്ടത് നല്ല സുന്ദരിയാ ടീച്ചർ. ശരി. അപ്പൊ ടീച്ചറുടെ ഈ വെഡിങ് ആനിവേഴ്സറി എപ്പാന്ന്? അതെന്തിനാ? അല്ല, ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ട് ഒരു ആപ്പിൾ ഫോൺ. അയ്യോ എനിക്ക് വേണ്ട. അല്ല, ഇഷ്ടം കൊണ്ടല്ലേ? ഫോണല്ലേ? എനിക്ക് ആപ്പിളൊന്നും വേണ്ട. ഓറഞ്ചിന്റെ കൊടുക്കുന്ന നല്ല ടീച്ചറെ. വീട്ടിലുണ്ട് ആപ്പിൾ ഫോൺ ഒന്നുണ്ട്. അല്ല എനിക്ക് അല്ല കുഴപ്പമില്ല. അവന്റെ കയ്യിൽ കൊടുത്തു വിട്ടാ മതിയായിരുന്നു. വെറുതെ ഇവിടെ ഞാൻ തന്നെ വരാം. അല്ല ഈ വയസ്സാം കാലത്ത് ഇതിന്റെ കാര്യം ഉണ്ടായില്ലല്ലോ. ഇഷ്ടം കൊണ്ടല്ലേ. ഞാൻ പോയിക്കോളാം. ശരി. നല്ല മനുഷ്യനാണ്. ഇതെന്താണ് ഈ പിള്ളേർക്ക്? ഇതിന്റെ വല്ല കാര്യം പിള്ളേർക്ക് മാത്രമോ കാരണന്മാർക്കാ? വെറുതെ ഇത്ര ദൂരം വരണോ ഈ പ്രായത്തിലല്ലേ? എന്റെ ദൈവമേ, ഗോൾഡാണെന്ന് തോന്നുന്നു. വാച്ചായിരിക്കും. വാച്ച് ഇങ്ങനെ വരില്ലല്ലോ. താമസം നടത്തിയ പോലെ ആയി ടീച്ചർ. Marimayam